ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 90 എക്സാമ്പിൾ 5.1 ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. There are 5 multiple choice questions which each questions having 4 choices with only 1 right answer. അതായത് ഒരു ചോദ്യ പേപ്പറിൽ 5 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. എന്താ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആൻസർ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതാം. ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ തരത്തില് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഫ് വൺ സെലക്ട്സ് ദ ആൻസർ റാൻഡംലി, കൃത്യമായിട്ട് ഉത്തരം നമുക്ക് അറിയില്ല, നമ്മൾ കറക്കി കുത്തി എഴുതുന്ന ഒരു മെത്തേഡ്. റാൻഡംലി സെലക്ട് ചെയ്യണം ആൻസർ എങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. അതിൽ കുറെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ക്വസ്റ്റ്യൻസ് റൈറ്റ്? നമ്മൾ കറക്കി കുത്തുന്നു 5 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ആവുമ്പോൾ 2 ക്വസ്റ്റ്യൻസ്, കൃത്യം 2 ക്വസ്റ്റ്യൻ ശരിയാവാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യുക? അതായത് ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ റൈറ്റ് ശരിയാവുന്നു, അതല്ലെങ്കിൽ തെറ്റാവുന്നു. 2 പോസിബിൾ ഔട്ട്കംസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള റാൻഡം എക്സ്പെരിമെന്റ്സ്, 2 പോസിബിൾ ഔട്ട്കംസും പിന്നീട് പറഞ്ഞിട്ടുള്ള ഒരു 4 കണ്ടീഷൻസ് കൂടിയുണ്ട് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും, അതായത് റൈറ്റ് ആൻസർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത്, റൈറ്റ് ആൻസർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലും സെയിം ആണ്. കാരണം 4 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസിലും 4 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഈ നമ്മളുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ട, ബൈനോമിയൽ ട്രയലിൽ വരുന്ന 4 കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ആവുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ ബേസിക് കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യുക. 2 ഔട്ട്കംസ് മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം നോക്കുക. ഇവിടെ ഒന്നുകിൽ റൈറ്റ് ആൻസർ അല്ലെങ്കിൽ റോങ് ആൻസർ. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ ഏകദേശം നമ്മളുടെ സിലബസ് വെച്ചിട്ട് ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകും. ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ 1-2 പ്രോബ്ലം കൂടെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വെരിഫൈ ചെയ്യാൻ കഴിയും. അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മൾ 2 ഔട്ട്കംസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതിലെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് 1 n, 2 p, 3 q. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, PMF എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടെ എഴുതിയിട്ടുണ്ട്. P of h equal to h equal to NCH P raised to h Q raised to n minus h എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ 3 ടേംസ്, അതായത് പാരാമീറ്റേഴ്സ് എന്നൊക്കെയാണ് ഇതിനെ പറയാം, N, P, Q എന്നിവ നമുക്ക് കണ്ടുപിടിക്കണം. N എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് ട്രയൽസ്, എത്ര പ്രാവശ്യം റാൻഡം എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിൽ ഒരു ആൻസർ റാൻഡംലി സെലക്ട് ചെയ്യുന്നു. അതാണ് ഒരു എക്സ്പെരിമെന്റ്, ഒരു ട്രയൽ എന്ന് പറയുന്നത്. അങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്? 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 5 ട്രയൽസ് ഉണ്ട്. അതുകൊണ്ട് n ഈക്വൽ ടു നമ്പർ ഓഫ് ട്രയൽസ് ഈക്വൽ ടു 5 എന്ന് നമ്മൾ എഴുതുന്നു. രണ്ടാമത് പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി നമുക്കറിയാം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ്. നമ്മൾ 2 പോസിബിൾ ഔട്ട്കംസിൽ ഒരെണ്ണത്തിന് സക്സസ് ആയിട്ട് എടുക്കും, മറ്റത് ഫെയിലിയർ എന്ന് എടുക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, സക്സസ് എന്ന് എടുക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം എടുക്കാം. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കും. നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ്, എന്തിന്റെ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ക്വസ്റ്റ്യൻസ് റൈറ്റ്, 2 ക്വസ്റ്റ്യൻസ് റൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളത് ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് റൈറ്റ് എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? സക്സസ് എന്നെടുക്കാം. ഇവിടെ റോങ് ആവാനുള്ള പ്രോബബിലിറ്റി ആയിരുന്നു ചോദിച്ചതെങ്കിൽ നമ്മൾ സക്സസ് എന്തായിട്ട് എടുക്കും? റോങ് ആയിട്ട് എടുക്കും. റോങ് ആൻസർ എന്നുള്ളതിന് സക്സസ് ആയിട്ട് എടുക്കും. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് സക്സസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു കോമൺ ആയിട്ട് നമ്മൾ എടുക്കാറുള്ള പ്രൊസീജിയർ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് സക്സസ് P ഈക്വൽ ടു, ഇവിടെ ചോദിച്ച റൈറ്റ് ആൻസർ ആയതുകൊണ്ട് നമ്മളിവിടെ എഴുതി P ഓഫ് റൈറ്റ് ആൻസർ. അപ്പൊ നമ്മളിവിടെ സക്സസ് ആയി എടുത്തിരിക്കുന്നത് റൈറ്റ് ആൻസർ ആണ്. P ഓഫ് റൈറ്റ് ആൻസർ ഈക്വൽ ടു, നമുക്കറിയാം 4 ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഒരെണ്ണാണ് റൈറ്റ് ആൻസർ ഉള്ളത്.
അപ്പോൾ ഫേവറബിൾ നമ്പർ ബൈ ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ 1/4 ആണ് റൈറ്റ് ആൻസറിനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ പി കിട്ടിക്കഴിഞ്ഞു. ഇത് 5 ക്വസ്റ്റ്യൻസിലും പി സെയിം തന്നെയാണ്, 1/4 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ക്യൂ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ ആണ്. ക്യൂ ഈക്വൽ ടു നമുക്കറിയാം, ക്യൂ ഈക്വൽ ടു 1 - p ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 - 1/4 ഈക്വൽ ടു 3/4. അപ്പോൾ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. n ഈക്വൽ ടു 5 എന്ന് കിട്ടി, p പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടി, q പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഈക്വൽ ടു 3/4. അപ്പോൾ ഒരു പ്രോബ്ലം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എഴുതേണ്ട മിനിമം 3 കാര്യങ്ങൾ നമ്മൾ എഴുതും. ഇനി അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കൂടി എഴുതണം, ആ ഫോർമുല എഴുതണം. അപ്പൊ നമ്മളിവിടെ എഴുതുന്നു, ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ്. എക്സിനെ എന്തായിട്ട് എടുത്തു? റൈറ്റ് ആൻസേഴ്സിന്റെ എണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ ദെൻ പി ഓഫ് എക്സ് ഈക്വൽ ടു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി എം ഓഫ് അതേപോലെ എഴുതുന്നു, എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര എൻ ആൻഡ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1. ആ ഫോർമുല അതേപോലെ എഴുതുന്നു. ഇനി ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുക. എൻ്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കുന്നു, എൻ സി എച്ച് അപ്പോൾ 5CX എന്നായി മാറി. പിയുടെ സ്ഥാനത്ത് 1/4 കൊടുക്കുന്നു, ക്യൂയുടെ സ്ഥാനത്ത് 3/4 എന്ന് കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര എൻ എന്നുള്ളിടത്ത് 0, 1, 2, 3 എക്സെട്ര 5 എന്ന് കൊടുക്കുന്നു. എക്സിന്റെ വില 5 വരെയാണ് ആവുള്ളൂ. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആൻസേഴ്സിന്റെ എണ്ണമാണ് അല്ലെ. റൈറ്റ് ആൻസേഴ്സിന്റെ എണ്ണം എത്ര വരെ ആവും? ആകെ 5 ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ, അപ്പൊ 5 വരെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര 5. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നത്. ക്വസ്റ്റ്യനിൽ എക്സാക്ട്ലി 2 റൈറ്റ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് 2 റൈറ്റ് ആൻസർ ഈക്വൽ ടു ഈ പി എം എഫിലെ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ 5C2 ഇൻറ്റു 1/4 റൈസ് ടു 2 ഇൻറ്റു 3/4 റൈസ് ടു 5 - 2. 5C2 ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത കോമ്പിനേഷൻ 10 ആണ് കിട്ടുക. ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ആൻസർ 0.264 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ക്വസ്റ്റ്യൻസ് റൈറ്റ്. ചെറിയ വ്യത്യാസമുള്ളൂ. നേരത്തെ 2 ക്വസ്റ്റ്യൻസ് റൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചു. ഈ കേസിൽ 3 ക്വസ്റ്റ്യൻസ് റൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റിയെ ചോദിച്ചിരിക്കുന്നു. അപ്പൊ നേരത്തെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആവശ്യത്തിനായിട്ട് എൻ പി ക്യൂ ഒക്കെ കണ്ടുവച്ചത് കൊണ്ട് ഇവിടെ നമുക്ക് അതൊന്നും പിന്നെ രണ്ടാമത് കാണേണ്ട ആവശ്യമില്ല. ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ് പി ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല എല്ലാം നമുക്ക് അതേപോലെ തന്നെയുണ്ട്. ഇവിടെ വരെയും സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഇത്രയുള്ള പ്രോബബിലിറ്റി ഓഫ് 3 റൈറ്റ് ആൻസേഴ്സ്. 3 റൈറ്റ് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എക്സിന്റെ വില എത്രയാണോ ചോദിച്ചിരിക്കുന്നത് അത് എക്സിന് ഇട്ട് കൊടുക്കുക. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് റൈറ്റ് അതിന്റെ ആൻസർ ശരിയാവാനുള്ള 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ശരിയാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എക്സിന്റെ വില 3 എന്ന് കൊടുക്കുന്നു. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 ഈക്വൽ ടു 5C3 ഇൻറ്റു 1/4 റേസ് ടു 3 ഇൻറ്റു 3/4 റേസ് ടു 5 - 3. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.0879 എന്ന് കിട്ടുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിന്റെ മെയിൻ കാര്യങ്ങളായിട്ടുള്ള അതായത് പാരാമീറ്റേഴ്സ് എന്നാണ് നമ്മൾ അതിന് പേര് പറഞ്ഞത്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന അതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് എൻ പി ക്യൂ എന്നിവ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഫോർമുല എഴുതുന്നു. ഫോർമുല എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ ടേംസും നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ക്വസ്റ്റ്യൻ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ വാല്യൂ എക്സിന് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഫൈനൽ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 or 3 ക്വസ്റ്റ്യൻസ് റൈറ്റ്? ചില സമയത്ത് ഇങ്ങനെയും ചോദിക്കാം. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തേലും ചോദിച്ചത് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ക്വസ്റ്റ്യൻസ് റൈറ്റ്. അതുപോലെ രണ്ടാമത്തേല് ഗെറ്റിംഗ് എക്സാക്ട്ലി 3 ക്വസ്റ്റ്യൻസ്. എക്സിന് ഓരോ വാല്യൂ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ 2 or 3 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് റൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. എൻ എഴുതി, പി എഴുതി, ക്യൂ എഴുതി. ഇത്രയും കാര്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ്. അപ്പോൾ വായിച്ചിട്ട് അത് ഷോർട്ടായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഫോർമുല എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ നോട്ടിലുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യന്റെ മാത്രം ആൻസർ ആയിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് 2 or 3 ക്വസ്റ്റ്യൻസ് റൈറ്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 or എക്സ് ഈക്വൽ ടു 3.
2 ക്വസ്റ്റ്യൻസ് റൈറ്റ് എന്ന് പറഞ്ഞതിന് ആദ്യം h equal to 2 എന്ന് കൊടുത്തു. ഓർ അതുപോലെ എഴുതി 3 ക്വസ്റ്റ്യൻസ് എന്നുള്ളതിന് h equal to 3 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് നേരത്തെ അറിയാം ഇത് ഇൻഡിപെൻഡന്റ് ആണെന്ന് ബൈനോമിയൽ ട്രയലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള അഡീഷണൽ തിയറം ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പി ഓഫ് h equal to 2 പ്ലസ് പി ഓഫ് h equal to 3 എന്ന് എഴുതാം. ഈ ഒരു കണ്ടീഷനാണ് ഇവിടെ പുതിയതായിട്ട് വരുന്നുള്ളൂ. P of h equal to 2 or h equal to 3 equal to P of h equal to 2 plus P of h equal to 3. ഈ രണ്ട് വാല്യൂസ് നമ്മൾ എ പാർട്ടിലും ബി പാർട്ടിലും കണ്ടുവച്ചിട്ടുണ്ട്. ഫസ്റ്റിലെ 2 ക്വസ്റ്റ്യൻസിലായിട്ട് കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ആൻസേഴ്സ് അവിടെ എടുത്ത് എഴുതുന്നു, അത്രയേ ഉള്ളൂ. 0.264 പ്ലസ് P of h equal to 3 എന്നുള്ളത് നേരത്തെ നമുക്ക് കിട്ടിയത് 0.0879 എന്നാണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 0.3519 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ക്വസ്റ്റ്യൻസ് റൈറ്റ്? ഒരു ക്വസ്റ്റ്യനും റൈറ്റ് ആവാതിരിക്കാൻ എന്ന് പറയുമ്പോൾ, നോ ക്വസ്റ്റ്യൻസ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നും റൈറ്റ് ആവുന്നില്ല എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിട്ട് കൊടുക്കണം? 0 ആയിട്ട് കൊടുക്കണം. അപ്പൊ നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു അതിന്റെ ഫോർമുല, പി എം എഫിന്റെ ഫോർമുല എഴുതിയിട്ടുണ്ട്. NCx p raised to x q raised to n minus x. H equal to 0, 1, 2, 3, etc. n. Okay. Probability of x equal to NCx p raised to x q raised to n minus x. H equal to 0, 1, 2, 3, etc. n. വളരെ ഇമ്പോർട്ടന്റ് ആണ് PMF. PMF നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പ്രോബ്ലം സെക്ഷനിലേക്ക് കടക്കുന്നതാണ് നല്ലത്. അതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. N, P, Q എല്ലാം എഴുതിയിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ക്വസ്റ്റ്യൻസ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് x equal to 0 which is equal to 5c0 1/4 raised to 0 3/4 raised to 5 minus 0. ഇവിടെ അതിന്റെ വാല്യൂസ് എല്ലാം കൊടുത്ത് എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കും. നമുക്കറിയാം 5c0 കോമ്പിനേഷനിൽ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ 1 ആണ് കിട്ടുക. അതുപോലെ 1/4 raised to 0, ഇനി നമ്പർ raised to 0 പണ്ട് പഠിച്ചിട്ടുണ്ട്, 1 ആണ്. മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മ പുതുക്കുക. ഇനി നമ്പർ raised to 0 equal to 1. പിന്നെ വരുന്നത് 3/4 raised to 5 എന്നാണ്. 5 minus 0 5 ആണ്. 3/4 raised to 5 എന്ന് വരുന്നു. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.237 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 3/4 raised to 5 എന്ന് തന്നെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറഞ്ഞാൽ മീൻ ഈക്വൽ ടു NP എന്നാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല വേരിയൻസിന്റെയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചാലും ആദ്യം വേരിയൻസ് നമുക്ക് കാണാം. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൂട്ട് ഓഫ് വേരിയൻസ് ആണല്ലോ. ആ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ വേരിയൻസിന്റെ ഫോർമുല വേരിയൻസ് ഈക്വൽ ടു NPQ. ഈ രണ്ട് ഫോർമുലാസും നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഓൾറെഡി NPQ എല്ലാം കണ്ടുവച്ചിട്ടുണ്ട് അല്ലെ. N equal to 5, P equal to 1/4, Q equal to 3/4. ആ വാല്യൂസ് എല്ലാം നമ്മൾ കൊടുക്കുന്നു. മീനിൽ NP, അപ്പൊ N-ഉം P-നും വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ 5/4 equal to 1.25 എന്നും വേരിയൻസ് NPQ N 5 into 1/4 into 3/4 equal to 0.9375 എന്നും കിട്ടുന്നു. അതിന്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂ ആയ 0.9682 എന്നും നമുക്ക് കിട്ടുന്നു. ഇനി അടുത്ത പ്രോബ്ലം, രണ്ടാമത്തെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 92 5.2. ക്വസ്റ്റ്യൻ ഇതാണ്. എ കോയിൻ ഈസ് ടോസ്ഡ് 5 times. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 heads. കോയിൻ ടോസിംഗ് ആണ്. അപ്പൊ നമുക്ക് സംശയമൊന്നുമില്ല, കോയിൻ ടോസിംഗ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. 2 ഔട്ട്കംസ് അല്ലേ ഉള്ളൂ, 1 ഹെഡ് 2 ടെയിൽ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യം ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ PMF എഴുതണം നമ്മൾ. അപ്പോൾ P of x equal to NCx P raised to x Q raised to n minus x. X equal to xന്റെ റേഞ്ച് നിർബന്ധമായിട്ട് എഴുതണം. X equal to 1, 2, 3 etc. n. PMF എഴുതി കഴിഞ്ഞാൽ അതിന്റെ പാരാമീറ്റേഴ്സ്, അതായത് അതിന്റെ മെയിൻ അതിന്റെ ക്യാരക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന N, P, Q എന്നിവ എഴുതണം. ഇവിടെ N എന്താണ്? കോയിൻ എത്ര പ്രാവശ്യം ടോസ് ചെയ്യുന്നോ
അതാണ് നമ്മളുടെ ട്രയൽസ് ആയിട്ട് വരുന്നത്. n ഈക്വൽ ടു നമ്പർ ഓഫ് ട്രയൽസ് ആണ്. അതായത് നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ നമ്പർ ഓഫ് ട്രയൽസ് ആയിട്ട് എടുക്കുക. ഇവിടെ കോയിൻ ടോസിങ് ആണ് റാൻഡം എക്സ്പെരിമെന്റ്. അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ n ഈക്വൽ ടു 5 എന്ന് എഴുതുന്നു. n ഈക്വൽ ടു 5. ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് എന്താണ്? p. p ഈക്വൽ ടു നമുക്കറിയാം p എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് സക്സസ്. പ്രോബിലിറ്റി ഓഫ് സക്സസ്. ഇവിടെ നമ്മൾ എന്തിന്റെ പ്രോബിലിറ്റി ആണ് കാണേണ്ടത്? സക്സസ് എന്തായിട്ട് എടുക്കണം? ഹെഡ് ആയിട്ട് എടുക്കണോ ടെയിൽ ആയിട്ട് എടുക്കണോ? 2 ഔട്ട്കംസ് ആണ് ഉള്ളത്, ഹെഡും ടെയിലും. നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചത് നോക്കുക. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്സ് എന്നാണ്. ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് അല്ലെ, 2 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹെഡ് എന്നുള്ളതാണ് ചോദ്യത്തിൽ വന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ സക്സസ് ആയിട്ട് ഹെഡ് എടുക്കുന്നു. ഇപ്പൊ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഹെഡ്. നമുക്കറിയാം ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 1/2. Q ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്, അത് നമുക്കറിയാം. ഈക്വൽ ടു 1 - P ആണ്, അതാണ് അതിന്റെ ഫോർമുല. ഈക്വൽ ടു 1 - 1/2 ഈക്വൽ ടു 1/2. Q ഈക്വൽ ടു 1/2. പിന്നീട് ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഹെഡ്സിന്റെ പ്രോബിലിറ്റിയാണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് ഈക്വൽ ടു എക്സിന് 2 എന്ന് കൊടുക്കുന്നു. P of x ഈക്വൽ ടു 2 ഈക്വൽ ടു 5c2. അതിന്റെ വാല്യൂ ഒക്കെ കൊടുക്കുകയാണ്. 5c2 1/2 റേസ് ടു 2 1/2. ക്യൂവിന്റെ വാല്യൂ 1/2 തന്നെയാണ്. റേസ് ടു 5 - 2 ഈക്വൽ ടു 0.3125. ഈ 0.3125 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതല്ല 5c2 ഇൻറ്റു 1/2 റേസ് ടു 2 ഇൻറ്റു 1/2 റേസ് ടു 3 എന്ന രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാലും മതി. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സിംപ്ലിഫൈ ചെയ്ത് തെറ്റിച്ചെഴുതുന്നതിൽ നല്ലത് തെറ്റാതെ ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നതും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ 5.3 പേജ് നമ്പർ 92 തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. 5 cards are drawn from a pack of 52 cards. കാർഡ്സിന്റെ കേസാണ്. 52 കാർഡുകളുള്ള ഒരു പാക്കറ്റിൽ നിന്നും എത്ര കാർഡ്സ് എടുക്കുന്നു? 5 കാർഡുകൾ എടുക്കുന്നു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 3 ഹേർട്ട് കാർഡ്സ്. 3 ഹേർട്ട് സിമ്പിളുള്ള കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലയോ നമുക്ക് പെട്ടെന്ന് ഒരു സംശയം തോന്നും അല്ലേ? കാർഡ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 4 സിമ്പിൾസിലുള്ള കാർഡ് ഉണ്ട്, 2 കളേഴ്സിലുള്ള കാർഡ് ഉണ്ട്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് 2 പോസിബിൾ ഔട്ട്കംസേ പാടുള്ളൂ. അപ്പോൾ ഇവിടെ 2 പോസിബിൾ ഔട്ട്കംസ് തന്നെയാണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ സംശയം. ഇവിടെ ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 3 ഹേർട്ട് കാർഡ്സ് ആണ്. ഹേർട്ട് കാർഡ് കിട്ടുന്നു, കിട്ടാതിരിക്കുന്നു. ഒരു കാർഡ് എടുക്കുമ്പോൾ ഒന്നുകിൽ അത് ഹേർട്ട് കാർഡ് ആവും, ഹേർട്ട് സിമ്പിൾ ഉള്ള കാർഡ് ആവുന്നു, അതല്ലെങ്കിൽ ഹേർട്ട് സിമ്പിൾ ഉള്ള കാർഡ് അല്ല. ആ രീതിയിൽ പരിഗണിക്കുമ്പോൾ അവിടെ എത്ര ഔട്ട്കംസേ ഉള്ളൂ? 2 ഔട്ട്കംസേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഐഡന്റിഫൈ ചെയ്തു എന്ന് നമ്മുടെ ആൻസർ പേപ്പർ നോക്കുന്ന ആൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PMF എഴുതണം. ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ആണെങ്കിൽ ആദ്യം അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതണം. അപ്പൊ ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PMF എഴുതുന്നു. P of x ഈക്വൽ ടു NCX P raised to x Q raised to n minus x. X equal to 0, 1, 2, etc. n. P plus Q equal to 1. അടുത്തത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അതിന്റെ പാരാമീറ്റേഴ്സ് നമുക്ക് എഴുതണം. പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ N, P, Q. ഇവിടെ N എത്രയായിരിക്കും വരിക? എത്ര പ്രാവശ്യം നമ്മൾ കാർഡ് എടുക്കുന്നു അതാണ് നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ്. നമ്മൾ 5 പ്രാവശ്യമാണ് കാർഡ് എടുക്കുന്നത് അല്ലേ? 5 cards are drawn എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ N ഈക്വൽ ടു 5.
അടുത്തത് പി ആണ്. പി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഈക്വൽ ടു, ഇവിടെ സക്സസ് ആയിട്ട് എടുക്കേണ്ടത് ചോദ്യത്തിൽ നോക്കുക, ഹേർട്ട് കാർഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്തിന്റെ പ്രോബിലിറ്റി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? 3 ഹേർട്ട് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ്. ഹേർട്ട് കാർഡ് എന്നുള്ളതാണ് ചോദിച്ചത് എന്നുള്ളതുകൊണ്ട് സക്സസ് ആയിട്ട് നമ്മൾ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് ഹേർട്ട് കാർഡ് എന്നുള്ളതാണ് സക്സസ് ആയിട്ട് എടുക്കുന്നത്. ഒരു പാക്ക് ഓഫ് കാർഡിൽ നിന്നും ഒരു കാർഡ് എടുക്കുമ്പോൾ അത് ഹേർട്ട് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? എത്ര ഹേർട്ട് സിമ്പിൾ ഉണ്ട്? 13 ഹേർട്ട് സിമ്പിൾസിലുള്ള കാർഡുകളാണുള്ളത് അല്ലെ. ഒരു പാക്കറ്റിൽ 52 കാർഡുകളുള്ള ഒരു പാക്കറ്റിൽ എത്ര ഹേർട്ട് സിമ്പിൾസ് ഉണ്ട്? 13 ഹേർട്ട് സിമ്പിൾസിലാണ്. അപ്പൊ ഫേവറബിൾ നമ്പർ 13, ടോട്ടൽ നമ്പർ 52. ഫേവറബിൾ നമ്പർ ബൈ ടോട്ടൽ നമ്പർ എന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് ദിസ് ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 52. Q equal to 1 minus P equal to 1 minus 13 by 52 equal to എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു 1 by 4 എന്ന് വരും. അപ്പോൾ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് 1 minus 1 by 4 equal to 3 by 4 ചെറുതാക്കി എഴുതാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ പാരാമീറ്റേഴ്സ് എഴുതി കഴിഞ്ഞു. ഇനി നേരത്തെ സാധാരണ ചെയ്യുന്നത് പോലെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 3 ഹെഡ് കാർഡ്സ്. Probability of 3 head cards equal to probability of x equal to 3. ഫോർമുലയിൽ എക്സിന് 3 കൊടുക്കുന്നു, എന്നിന് 5 കൊടുക്കുന്നു, പിക്ക് 1/4 ക്യൂവിന് 3/4 കൊടുക്കും. നമ്മൾ എഴുതുമ്പോൾ 5C3 1/4 raised to 3 3/4 raised to 5 minus 3 2. ഇതാണ് പ്രോബിലിറ്റി ഓഫ് 3 ഹെഡ് കാർഡ്സ്. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 45/512 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ആ രീതിയിൽ എഴുതാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം.